നമ്മുടെ നാട്ടിൽ ഈ പോൺ സൈറ്റ്സ് ഒക്കെ വളരെയധികം അവൈലബിൾ ആണ്. ആളുകൾ പട്രോൺ അത് ഓക്കെ ആണല്ലോ നമ്മുടെ യൂസ് നാട്ടില്. ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ആളുകൾ ഇതുപോലത്തെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് എന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഉണ്ടായിട്ടായിരിക്കുമല്ലോ. ഇപ്പൊ എന്റെ ഫാൻസ് ഉം, ചില മനുഷ്യർക്ക് എന്നോടൊരു ഇഷ്ടം തോന്നിയിട്ട് നീ ഉം, പോൺസൈറ്റ് മീൻസ് ആപ്പിൽ എന്തെങ്കിലും കണ്ടന്റ് ഇടുന്നുണ്ടോ എന്ന് അവര് പോയി നോക്കുമ്പോ ഉം, എന്റെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ. ഉം, ചിലർക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 100 രൂപയുടെ ആണേലും 50 രൂപയുടെ ഉം, ആണേലും അവർക്ക് ആസ്വദിക്കാൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ നോക്കും. ഉം, അതിൻ്റെ അകത്ത് ഇപ്പം എന്താ പറയുക, ഗൗരീനെ ഇഷ്ടപ്പെട്ടിട്ട് ഗൗരിയുടെ കണ്ടന്റ് കാണാൻ മാത്രം പോകുന്ന ഒരു ഇഷ്ടം പോലുണ്ട്. ഉം. അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോ പ്രൗഡ് ആയിട്ട് തോന്നാറുണ്ടോ? അങ്ങ് ഡെയിലി ഡെയിലി കണ്ടന്റ് ആരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. ഉം, നമ്മുടെ കണ്ടന്റുകൾ ഇപ്പൊ നമ്മള് സ്റ്റോറി ഇടുന്നു, അല്ലെങ്കിൽ ഉം, ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൽ എന്തെങ്കിലും കണ്ടന്റ് ഉം, ഇടുമ്പം 100 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഉം, 100 രൂപയുടെ കണ്ടന്റ് കാണുന്നതിന് ഇപ്പൊ എന്നാ കുഴപ്പം? അതിൻ്റെ അകത്ത് ഒരു നൈറ്റോ 50,000 ഒരു ഉം, ലക്ഷമോ കോടികളൊന്നും അല്ലല്ലോ. ഒരു 100 രൂപയുടെ കണ്ടന്റ് അല്ലേ ഉള്ളൂ. ഉം, അതിൻ്റെ അകത്ത് ചിലപ്പോൾ 200 ഇന്ത്യ കാണും. അത് ബിക്കിനി, അത് പോയി കാണട്ടെ. സെമിനോട് ചിലപ്പോൾ 400 രൂപയായിരിക്കും, ഉം, അല്ലെങ്കിൽ 500 രൂപയായിരിക്കും. ഉം. അതിൽ മേളിലോട്ടൊന്നുമില്ല. ഈ നമ്മൾ ഈ ഫോട്ടോഷൂട്ടൊക്കെ ഇപ്പൊ ഒരുപാട് ചെയ്യുന്ന ആളല്ലേ. ഉം. ചില ആളുകള് നമുക്ക് എല്ലാ ആളുകളെയും ചിലപ്പോൾ വിശ്വസിക്കാനൊന്നും പറ്റില്ല. ചിലര് നമ്മളെ ചതിക്കുഴിയിലൊക്കെ കൊണ്ടുപോയി പെടുത്തും. ചേച്ചി നമ്മൾ നല്ല ഫോട്ടോഷൂട്ട് എടുത്തരാന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളെ പൈസ അടക്കം പറ്റിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഉം. ഷൂട്ടിന് വിളിച്ചു നമ്മുടെ കണ്ടന്റുകൾ എടുത്ത് കയ്യിൽ വെച്ചിട്ട് നമുക്ക് കണ്ടന്റുകൾ തരത്തില്ല. ഉം. പിന്നെ മറ്റുള്ളവരുടെ ഇതില് അപ്പൊ അത് അവര് പോസ്റ്റ് ചെയ്യോ അവര് ആ പോസ്റ്റ് കണ്ടന്റ്? ചെയ്യുന്നില്ല. നമ്മുടെ കണ്ടന്റ് അവരെടുത്തിട്ട് അവർക്ക് സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയിട്ട് അതിൻ്റെ അകത്ത് പ്രൊഫൈൽ പിക്ചർ എന്റേത് വെച്ചുകൊണ്ട് ഓ. മാർക്കറ്റിംഗ് ചെയ്യുന്നു. ഉം. അപ്പൊ എനിക്കിത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഉം. കാരണം ഞാനെന്ന് പറയുന്നത് ജോലി ഭാഗമാണ്. ജോലിയുടേത് ചെയ്തു. നിനക്ക് വേണമെങ്കിൽ നീ ഒരാളുടെ കയ്യിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ട് നീ ആപ്പിന്റെ അകത്ത് നിന്റെ ഉം. പ്രൊഫൈലിൽ വെച്ചു. അത് എനിക്ക് പ്രശ്നമില്ല. ഉം. കാരണം എന്റെ അനുവാദം ഇല്ലാതെ മറ്റൊരാൾ കൊണ്ടുവന്നിട്ട് വെക്കുന്നതിൽ താല്പര്യമില്ല. ഉം. അങ്ങനെ ചെയ്തതിൻ്റെ അകത്ത് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ മൂന്നാമതൊരാളുടെ ഇതിൽ നിന്ന് കണ്ടിട്ടില്ല. ഉം. അല്ലാതെ നമുക്ക് പ്രശ്നമില്ല. അപ്പൊ വിഷമം തോന്നാറുണ്ടോ? വിഷമം എന്ന് പറയുമ്പോൾ എന്റെ കണ്ടന്റ് വിറ്റിട്ട് ഇവർ കാശുണ്ടാക്കുന്നു എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഉം. നമുക്ക് വിഷമം വരുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല ഉം. മറ്റൊരിടത്ത് നിങ്ങൾ ഇത് പോസ്റ്റ് ചെയ്തു അതെ. എന്നും പറഞ്ഞിട്ട്. അപ്പൊ എന്റേത് കൊണ്ടുപോകുമ്പോൾ എനിക്ക് വിഷമം വരുന്ന ഒരു കാര്യമാണ്. ഉം. അല്ലാതെ അവര് നമ്മളെ ചീറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ വിഷമം ചീറ്റ് ചെയ്തു എന്ന് ഉണ്ടാവാറുണ്ടോ? പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഉം. ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് നീ അത് എടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ഉം. നീ എന്റെ കൂടെ വന്നിട്ട് വർക്ക് ചെയ്ത് ഉം. കഴിഞ്ഞിട്ട് പ്രൊഫൈലിൽ അവർ പോസ്റ്റ് ചെയ്യുന്നു. ഉം. അത് കഴിഞ്ഞിട്ട് ഈ ആപ്പ് തുടങ്ങുമ്പോൾ ഞാൻ അനുവാദം കൊടുക്കുന്നില്ല. ഉം. ഇൻസ്റ്റയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, ഉം. പക്ഷെ ആപ്പിൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല. അപ്പൊ ഉം. അത് പോസ്റ്റ് അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഉം. ഇച്ചിരി ജലസ്യ കൂടുതലാണ്. ഈ നമ്മളെല്ലാ ഇൻഡസ്ട്രിയിലും കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ പാട്ട് പാടുന്ന ആളുകൾക്കിടയിൽ കോമ്പറ്റീഷൻ ഉണ്ട്, സിനിമാ നടന്മാർക്കിടയിൽ, സിനിമാ നടിമാർക്കിടയിലൊക്കെ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ ഇതുപോലെ ഈ സെമി ന്യൂഡ് കണ്ടന്റ്സ് അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ട്, മോഡലിംഗ്, ബോൾഡ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പൊ ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് പേര് ഒന്നാമത് ഈ സോഷ്യൽ മീഡിയയിൽ സബ്സ്ക്രിപ്ഷൻ അങ്ങനത്തെ ഒരു സാധനം കൂടി അത് വന്നപ്പോ എല്ലാ കുറെ ഫോട്ടോഗ്രാഫറുടെ പേരുണ്ട്. ഇതിലും ഉണ്ട് ഈ കണ്ടന്റ് ഇടുന്ന ആപ്പുകൾ. ഉം. ഫോട്ടോഗ്രാഫർ കൊച്ചു പിള്ളേരുടെ വരെയിലും ഉം. ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഒരു ഉം. മനുഷ്യന്റെ പോലും ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഉം. എവിടെ നോക്കിയാലും ക്ലിക്ക് ഇൻ ബയോ, ക്ലിക്ക് ഇൻ ഉം. ബയോ എന്നും പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. അത് ഉം. ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ നിങ്ങളുടെ ഒരു ഫീൽഡിൽ കോമ്പറ്റീഷൻ ഉണ്ടോ നല്ല രീതിയിൽ? സ്വാഭാവിക ഇഷ്ടം പോലെ കാണത്തില്ലേ. അത് ഉം. ഇപ്പം നമ്മളൊരാളിനെയും ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരാൾ നന്നായി വരണമെന്നേ നമ്മൾ ആഗ്രഹിക്കാറുള്ളൂ. ഉം. അതിൻ്റെ അകത്ത് ഇന്ന ആൾ ഇന്നത് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് നമുക്കൊരു കുശുംബാസൂയ അങ്ങനെയുള്ള ഉം. കാര്യങ്ങളില്ല. അത് അവരവരുടെ ജോലിയുടെ ഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്ന സമയം മുതൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ഉം. ഒരാളാണ്. അതേപോലെ ആയിരിക്കും ഒരാളുടെ ഇപ്പൊ മറ്റൊരു ഉം. പെൺകുട്ടി വന്നെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും ഒന്നുമില്ലാത്തവരായിരിക്കാം. അപ്പൊ അവർക്കും ജീവിക്കണ്ടേ നമ്മുടെ അതെ. സമൂഹത്തിൽ. എല്ലാ മനുഷ്യർക്കും ജീവിക്കണം. ഉം. അപ്പം ഞാൻ ചോദിക്കുന്നത്, അവര് ഒരാൾ ചെയ്യുന്ന കണ്ടുകൊണ്ട് എനിക്കൊരു ഉം. ഇച്ചിരി കുശുമ്പെടുത്തിട്ട് ഉം. കാര്യമില്ല. കാരണം അവരും കഷ്ടപ്പെടണം, അവരും ജീവിക്കണം, അവരും അവരുടേതായ നിലപാടിൽ ഉം. പോകണം എന്നാണ് ഞാൻ പറയാറുള്ളത്. ഈ ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് നമ്മൾ ഇന്ന് ഇന്റർവ്യൂ എടുക്കാൻ വരുവാണല്ലോ, അപ്പൊ നമ്മൾ റെഫർ ചെയ്യുമല്ലോ. അപ്പൊ അതിൽ വന്ന ഒരുപാട് കമന്റ്സ് ഉണ്ട്. ഇവക്ക് പൈസക്ക് വേണ്ടിയിട്ടാണ് ഇവൾ ആവശ്യം എന്ന് പറയുന്നത്, എന്നാൽ ഇവക്ക് വേറെ വല്ല പണിക്ക് പോയിക്കൂടെ, എന്തിനാണ് ഇത് ചെയ്യുന്നത്, എന്തിനാണ് നമ്മളെ മക്കളെയും കൂടി വഴിതെറ്റിപ്പിക്കുന്നത് ഉം. എന്നുള്ള ഒരുപാട് കമന്റ്സ് ഒക്കെ കണ്ടിരുന്നു. അത് ചേച്ചി കാണാറുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടപ്പോ അതെവിടെയാണ്? ഞാൻ കണ്ടില്ല. എന്താണോ? യൂട്യൂബിൽ അടിയിൽ ഇത്തരത്തിലുള്ള അത് ഇന്റർവ്യൂസിന്റെ വല്ല താഴെ ഇത്തരത്തിലുള്ള കമന്റ്സ് ഉണ്ട്. ചാനലുകാരുടെ ഇതിലും ആയിരിക്കാം. അതെ, ഇന്റർവ്യൂസില് ഇന്റർവ്യൂസിന്റെ താഴെ കമന്റ്സ് ഉണ്ട്. ചാനലുകാരുടെ ഉം. ആയിരിക്കാം. അത് ഈ ഫുൾ വീഡിയോ കാണാഞ്ഞിട്ടാണ് ഈ സംസാരിക്കണേന്ന് ഉം. പറയണേ. ഇപ്പൊ നമ്മളൊരു സാധാരണ ഒരു കുടുംബത്തിലിരിക്കുന്ന ഒരു വീട്ടമ്മനെ വിളിച്ച് ഇന്റർവ്യൂ ഉം. ചെയ്താലും, അല്ലാത്തൊരു മോഡൽ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാലും, സാധാരണ ഒരു വീട്ടമ്മ റീൽസ് ചെയ്ത് കഴിഞ്ഞാലും, സാധാരണ വീട്ടമ്മ ഒരു കുക്കിംഗ് നൈറ്റ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാലും,
എല്ലാത്തിലും വരുന്ന ഒരു കോമൺ കമന്റുകളാണ്. ഇവക്ക് വേറെ വല്ല തൊഴിലുറപ്പ് വേറെ വല്ല പണിയല്ല, തൊഴിലുറപ്പിന് പോയിക്കൂടെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഈ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ഒരാളുടെ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പം ചിലപ്പം വീട്ടിലെ അടുക്കളയിൽ ഇരിക്കുമ്പോ ഒരു വീഡിയോ അവർ നൈറ്റിയിലിട്ട് അവർ അത് മില്യൺ ആവുമായിരിക്കും. പക്ഷെ ആ മില്യൺ ആവുന്നതിന്റെ ആ പുള്ളിക്കാരത്തി വേറെ എന്തോ കാണിച്ചു എന്നും പറഞ്ഞിട്ടായിരിക്കും അടി വരുന്ന കമന്റ്. പക്ഷെ ആ പുള്ളിക്കാരത്തി നൈറ്റി ഇട്ടും അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ജോലി ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഒരു പുള്ളിക്കാരത്തി മാങ്ങയോ എന്തോ ഒരു ഫ്രൂട്ട് അങ്ങാണ്ട് പറിച്ച് കഴിക്കുന്ന യൂട്യൂബിലാണ് ആ വീഡിയോ. പക്ഷെ പുള്ളിക്കാരത്തി നല്ല ഷർട്ടൊക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ ആ പുള്ളിക്കാരത്തി ഇവളുടെ സൗണ്ട് കേട്ടില്ലേ, മോശമായിട്ടുള്ളൊരു വേറൊരു സൗണ്ടാണ്. അവിടെ തീറ്റി കണ്ടില്ലേ. ഞാൻ ചോദിക്കുന്നത് എനിക്ക് തിന്നാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ആസ്വദിച്ച് ഫുഡ് കഴിക്കണേന്ന് പറയണേ. അതെ അതെ മറ്റൊരാളുടെ ഇഷ്ടത്തിനല്ല നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും. ആ പുള്ളിക്കാരത്തിയുടെ സന്തോഷം എന്താണോ ആ ഒരു രീതിയാണ് ആ കണ്ടന്റിൽ വന്നിരിക്കുന്നത്. അപ്പൊ അത് നല്ലപോലെ റീച്ച് ഉണ്ട്. അപ്പൊ ആ കമന്റിൽ വരുന്ന ചോദ്യങ്ങൾ കമന്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെറ്റതള്ള പോലെ സഹിക്കൂല. അതേപോലെയാണ് ഇപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ അടിയിൽ വന്നിട്ട് നിനക്ക് കൂലിപ്പണിക്ക് പോയിക്കൂടെ, തൂമ്പയെടുത്ത് കളിക്കാൻ പോയിക്കൂടെ, നിനക്കല്ലെങ്കിൽ റോഡിൽ പോയി നിന്നൂടെ. അത് എന്റെ ഇഷ്ടമാണ്. ഞാൻ എവിടെ നിൽക്കണം, എന്ത് വിടണം, എന്ത് ഇടണ്ട എന്നുള്ളത് എന്റെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ആരോടും പറയുന്നില്ല ചേട്ടാ ചേച്ചി എന്നെ ഇന്റർവ്യൂവിന് നിങ്ങൾ വിളിക്കണു, നിങ്ങളുടെ ഇന്റർവ്യൂവിൽ ഞാൻ അങ്ങനെ വന്ന് കമന്റ് പങ്കെടുക്കുന്നു. ഇടുന്നവരോട് എന്താ പറയാനുള്ളത്? ഒരൊറ്റ ഡയലോഗ് പറയാൻ പറഞ്ഞു. ഒറ്റ ഡയലോഗ് പറയാൻ പറഞ്ഞാലും ഞാൻ പറയുന്നത് നിങ്ങൾ എന്തിനത് നോക്കാൻ നിൽക്കണേ. ഈ കമന്റ് ഇടുന്നവര് ഇപ്പൊ എന്റെ കമന്റ് ഞാൻ നല്ലൊരു വാക്ക് പറയാം, ചേട്ടാ എന്തിനാണ് ഇത് ഇടണേ, ചേട്ടന്റെ നെറ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ റീചാർജ് ചെയ്തിട്ട് നല്ല കാര്യങ്ങൾ കേക്ക്, ദൈവഭക്തി ഗാനങ്ങൾ കേക്ക്. ഈ ഭക്തി ഗാനങ്ങൾ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ചേട്ടൻ തിരിച്ച് പിറ്റേ ദിവസവും ഇത് തന്നെയാണ്. അപ്പൊ എനിക്ക് ഈ പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ, എന്നെ സംബന്ധിച്ച് അത് ബാധകമല്ല. പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനൊട്ട് കേട്ടോണ്ടിരിക്കും. അത് നോക്കാൻ ഞാൻ പോയിട്ട് വേണ്ട എനിക്ക് സങ്കടം വരത്തുള്ളൂ. ഞാൻ ആരുടെ ഇന്റർവ്യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അടിയിലോട്ട് പോയിട്ട് കമന്റ് എന്താണെന്ന് ഞാൻ നോക്കാറില്ല. ഇപ്പൊ എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാവുന്നവരുടെ കുറച്ച് നോട്ടിഫിക്കേഷൻ വരും. കാരണം മറ്റേ ഫോളോവർ ആയി വരുന്നവരുടെ എന്റെ ഫ്രണ്ട് ആണെങ്കിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും, ഇന്ന ആളിന്നത്. ഇഷ്ടപ്പെടാത്ത കമന്റ് ആണെങ്കിൽ ഞാനത് അവിടെ ഡിലീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വിടും. കാരണം വെറുതെ എന്തിനാണ് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ. ആ ചേട്ടനെ ഞാൻ തെറി വിളിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെയും വീണ്ടും ഈ ചേട്ടൻ ഇത് തന്നെ തുടങ്ങും. അതല്ലെങ്കിൽ ആ ചേട്ടനെ ഞാൻ പള്ളു പറയുമ്പോഴത്തേക്ക് ആ ചേട്ടൻ വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും വരും. നമുക്ക് സമാധാനം എന്ന് പറയുന്നത് നമ്മളിത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. ഇതിനെ ചൊല്ലി വീണ്ടും വീണ്ടും നമ്മുടെ ഉറക്കം കളഞ്ഞ് രാവിലെ സൈബർ സെല്ലിൽ പോണോ അല്ലെങ്കിൽ വേറെ പ്രശ്നത്തിന് പോണോ, ഇതെന്തിനാ നമ്മൾ ചിന്തിക്കുന്നത്? നമുക്കിതൊന്നും വേണ്ട. നേരെ പോ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ല, എന്റെ ഇൻസ്റ്റഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും കമന്റ് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും മോശമായിട്ട് വന്നൊരു കമന്റ് ഓർമ്മയിലുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വെടി പേശി എന്നൊക്കെ ഇഷ്ടംപോലെ നമുക്ക് പച്ച രീതിയിൽ വന്നിട്ട് തെറി വിളിക്കുന്നവരുണ്ട്. അപ്പൊ ആ ഊടിയുടെ അങ്ങോട്ടൊക്കെ വിളിക്ക് തുടങ്ങും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ കേട്ട് കരഞ്ഞ സമയങ്ങളുണ്ട്. ഇതിനെ ചൊല്ലി ഇപ്പൊ ഞാൻ എനിക്ക് കരയണമെന്നോ അല്ലെങ്കിൽ ഇത് നോക്കിക്കൊണ്ട് എനിക്ക് എന്റെ പോസ്റ്റിന്റെ അടിയിൽ എന്നെ കമന്റ് വന്നു ഇതൊന്നും ഞാൻ നോക്കാറില്ല. അവരവിടെ പറഞ്ഞോണ്ടേ ഇരിക്കും, ഞാനൊട്ട് കേട്ടോണ്ടേ ഇരിക്കും.